ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ മത്തങ്ങ കൊണ്ടിട്ടുള്ള ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ മത്തങ്ങാക്കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ മത്തങ്ങാക്കറി വേഗം വയ്ക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ആ മത്തങ്ങ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ മത്തങ്ങ ഞാനിവിടെ അരിഞ്ഞ് ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് അളവിൽ മത്തങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 10 ചുമന്നുള്ളിയാണ് കേട്ടോ. 10 ചുമന്നുള്ളി എടുത്ത് നന്നായിട്ട് ചതച്ചൊന്ന് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകാണ് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ 2 കപ്പ് മത്തങ്ങ വേകാൻ വേണ്ടി വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ വെള്ളം നിങ്ങളുടെ ചാറിൻ്റെ അളവിന് വെച്ച് കൊടുത്താൽ മതിയേ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് തന്നെ വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ നമുക്കിതിന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. ഇത് വെന്ത് വരുന്നതിന് സമയത്ത് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാവേ. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2-3 ചുമന്നുള്ളി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് നമുക്ക് ആ കയ്യിൽ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് വന്ന മത്തങ്ങയിലേക്ക് നമ്മുടെ ഈ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ആ തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ആക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഈ സമയത്ത് വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തീ നമുക്ക് ഒരു ലോ ടു മീഡിയത്തിൽ വയ്ക്കണം കേട്ടോ. ഈ തേങ്ങ നമ്മൾ അരച്ച് ചേർത്ത് കഴിഞ്ഞ് ഇത് പിന്നെ തിളച്ചു പോകരുത് കേട്ടോ. തിളച്ചു പോയി കഴിഞ്ഞാൽ കറിക്ക് ഒരു രുചി ഉണ്ടാകത്തില്ല. ഇതൊന്ന് ജസ്റ്റ് ആ തിള വരുന്ന സമയം നോക്കി നമ്മൾ ഇതിനെ വാങ്ങി വെക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് കൈവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും ഇത് അടുപ്പത്തിരുന്ന് തിളച്ചു പോകരുത് കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം തന്നെ തിളയ്ക്കാറായി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി കേട്ടോ. നമുക്ക് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് ഏകദേശം ഇങ്ങനെ ഒരു പാകത്തിലാകും. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഇപ്പം ഇത് തിള വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വറവ് ചേർക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് ഇതൊന്ന് താളിച്ചെടുത്താൽ ഇതിന് പ്രത്യേക രുചിയാണ് കേട്ടോ. നിങ്ങൾ എണ്ണയാണെങ്കിലും എടുത്ത് താളിച്ചാൽ മതി. ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഈ മത്തങ്ങയുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. മത്തങ്ങാക്കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആ തേങ്ങ കടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2-3 ചെറിയുള്ളി ഒന്ന് ഇടിച്ചെടുത്തതും ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടെ 2ആയിട്ട് കീറിയതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു നല്ല സൂപ്പർ ടേസ്റ്റി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ മണം തന്നെ മതി നമുക്ക് ചോറുണ്ണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വറവൊക്കെ റെഡിയായി നമുക്കിതിനെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങാക്കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
പിന്നെ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയാനും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.